ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിൽ നിന്നും നമുക്ക് ക്രെഡിറ്റ് കാർഡ് എല്ലാം ഇഷ്യൂ ചെയ്യുന്നു. ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തതിൽ നിന്നും ബാങ്കിന് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്താണ്? അതായത് നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഒന്നുമില്ലാതെ ക്രെഡിറ്റ് കാർഡ് എല്ലാം ബാങ്കുകൾ നൽകാറുണ്ട്. ഇത്തരത്തിൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഒന്നുമില്ലാതെ ക്രെഡിറ്റ് കാർഡ് എല്ലാം നമുക്ക് നൽകുമ്പോൾ എന്താണ് ബാങ്കിന് ലഭിക്കുന്ന ബെനിഫിറ്റ്? പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്, ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തതിൽ നിന്നും നിങ്ങൾ ഈ പേയ്മെന്റ് എല്ലാം നടത്തിയതിനു ശേഷം അതേ പേയ്മെന്റ് തന്നെ നിങ്ങൾ തിരിച്ചടയ്ക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൽ നിന്നും ശരിക്കും ബാങ്കിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് എന്നത് ഇത് നമ്മൾ കറക്റ്റായി യൂസ് ചെയ്തില്ല എങ്കിൽ ഒരുപാട് അപകടങ്ങളെല്ലാം നിറഞ്ഞ ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് അത്യാവശ്യം ട്രാൻസാക്ഷൻസ് എല്ലാം ഉള്ള ഒരു ബാങ്കിലാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ആയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് കോളെല്ലാം വരാറുണ്ട്. അതായത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് പോലുമല്ല ചോദിക്കാറ്. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ആയിട്ടുണ്ട്, ഇത് കളക്ട് ചെയ്യാനാണ് പറയാറ്. എന്നാൽ പലപ്പോഴും ഇത് ആവശ്യമില്ലാത്തവർ എനിക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഒരുപാട് പേർ ഇത്തരത്തിൽ ഈ ക്രെഡിറ്റ് കാർഡ് ഇത് വാങ്ങുകയും ചെയ്യും. അതായത് ഇതിന് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഒന്നുമില്ല. ഇത്തരത്തിൽ പല ഓഫേഴ്സ് എല്ലാം കേൾക്കുമ്പോൾ പലരും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഇത് പോയി വാങ്ങാറുമുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ നിന്നും ബാങ്കിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പർച്ചേസ് ചെയ്യുന്ന റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്നും ബാങ്കിന് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ് വരുമാനമെല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഇത്ര പെർസെൻറ്റേജ് ബെനിഫിറ്റ് എല്ലാം അതിൽ നിന്നും ലഭിക്കും. അതിൽ നിന്നും ലഭിക്കുന്നതിൽ വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് ആണ് നമുക്ക് റിവാർഡ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ പൈസ ക്രെഡിറ്റ് ആയെല്ലാം നൽകുന്നത്. റീറ്റെയിലേഴ്സ് ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ് എല്ലാം നൽകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് അതിനനുസരിച്ചില്ല എങ്കിൽ നമ്മൾ അത്രത്തോളം സാധനം പർച്ചേസ് ചെയ്യുകയില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിന് പൈസയുണ്ട്. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മൾ പണം യൂസ് ചെയ്ത് പല സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യും. അതിനാൽ തന്നെ റീറ്റെയിലേഴ്സിന് അവർക്ക് കൂടുതൽ സാധനങ്ങളെല്ലാം സെൽ ചെയ്യാനെല്ലാം ഇത് ഗുണം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെയാണ് റീറ്റെയിലേഴ്സ് എല്ലാം ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ് എല്ലാം നൽകുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായി ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പേയ്മെൻ്റ് എല്ലാം നടത്തണം. ഇത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലാതെ ഇത് യൂസ് ചെയ്യാം. എന്നാൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മുടെ ബഡ്ജറ്റ് നോക്കാതെ പലരും ഇത്തരത്തിൽ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ എന്ന് കരുതി പല കാര്യങ്ങൾക്കും ഈ ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്യും. അതിനാൽ തന്നെ മന്ത്ലി ഒരു ബില്ലെല്ലാം വരുമ്പോഴാണ് നമ്മൾ ഇത്രത്തോളം എമൗണ്ട് എല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്തല്ലോ എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എക്സ്പെൻസിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് എല്ലാം വരുന്നതിന് ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് കാരണമാകും. അതുപോലെ പലർക്കും ഇത്തരത്തിൽ വലിയ ഭീമമായ എമൗണ്ട് എല്ലാം വരുമ്പോൾ ഇത് ഫുള്ളായി അടയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതിനാൽ തന്നെ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ചെയ്യുന്നത്, ഇത്തരത്തിൽ നിങ്ങൾ ഈ പേയ്മെന്റ് കറക്റ്റായി അടയ്ക്കുന്നില്ല എങ്കിൽ ഇതിന് ഒരു ഫീ നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കും. അതിനു പുറമെ എത്രത്തോളം എമൗണ്ട് എല്ലാം നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കാൻ ബാക്കിയുണ്ടോ അതിനൊരു ഇൻട്രസ്റ്റും നിങ്ങൾക്ക് നൽകും. അതിനാൽ തന്നെ ഭീമമായ ഒരു ഇൻട്രസ്റ്റ് എല്ലാം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. 30 to 40% വരെയെല്ലാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എല്ലാം ലഭിക്കാം. ഇനി നിങ്ങൾ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കറക്റ്റായി പേയ്മെന്റ് ഒന്നും നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ വരുന്ന ഫൈനിനേക്കാൾ കൂടുതൽ ഫൈനെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് എല്ലാം ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും ഈടാക്കുന്നുണ്ട്. പലപ്പോഴും ആദ്യമൊക്കെ നമ്മൾ കറക്റ്റായി പേയ്മെൻ്റ് എല്ലാം ചെയ്യും. എന്നാൽ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഇത് കറക്റ്റായി പോകാൻ സാധിച്ചു എന്ന് വരില്ല. ഇത്തരത്തിലുള്ള ഒരു സമയത്താണ് നമുക്ക് ഭീമമായ നഷ്ടമെല്ലാം വരിക. അതിനാൽ തന്നെ പലരും ഇത്തരത്തിൽ ഫീസ് അതുപോലെ ഇൻട്രസ്റ്റ് എല്ലാം കിട്ടി ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ വളരെ ഭീമമായ ഒരു നഷ്ടം തന്നെയാണ് ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ നൽകുന്ന അവരുടെ കാർഡിൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഉൾപ്പെടുത്തുന്നില്ല എങ്കിലും
പതുക്കെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഒരു കാർഡിൽ നിന്നും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത് ഇതിൻ്റെ പ്രീമിയം കാർഡെല്ലാം യൂസ് ചെയ്യണം, അപ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് എല്ലാം നേടാം എന്നതുകൊണ്ട് തന്നെ പലരും ഇത്തരത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കാർഡെല്ലാം അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്നവർ അവർ കൂടുതൽ പ്രൊഡക്ട്സ് എല്ലാം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിൽ കസ്റ്റമേഴ്സ് കൂടുതൽ പർച്ചേസ് എല്ലാം നടത്തുമ്പോൾ ഇതിൽ നിന്നും വല്ല ഒരു ബെനിഫിറ്റ് എല്ലാം ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്കും ലഭിക്കും. അതുപോലെ നമ്മൾ ഒരു കാർഡിൽ നിന്നും മറ്റൊരു കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് വരുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എല്ലാം ഈടാക്കാറുണ്ട്. അതിനാൽ തന്നെ ആദ്യം നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഒന്നും വരുന്നില്ല എങ്കിലും പിന്നീട് നമ്മൾ ഇത്തരത്തിൽ കാർഡെല്ലാം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എല്ലാം വരാം. അതിനാൽ തന്നെ ഇതെല്ലാം തന്നെ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് ആണ്. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുക. കാരണം പലപ്പോഴും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തവരാണ് ഇത് എടുക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ ഇതിൽ ഭീമമായ നഷ്ടമെല്ലാം വരാൻ ഇത് കാരണമാകും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്